അസ്സലാമു അലൈക്കും. ഫിത്തർ സക്കാത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ശരീരത്തിൻ്റെ ബാധ്യതയാണ് ഫിത്തർ സക്കാത്ത്. ഷവ്വാലിൻ്റെ ആദ്യ രാത്രി പിറക്കുന്ന സമയത്ത് ജീവനോടെയുള്ള പെരുന്നാൾ ദിവസത്തെയും രാത്രിയിലെയും തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ചെലവ് കഴിച്ച് വല്ലതും ബാക്കിയുള്ള എല്ലാവരുടെ മേലിലും അത് നിർബന്ധമാണ്. ഫിത്തർ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനായ വ്യക്തി താമസിക്കുന്ന മഹല്ലിലാണ് അത് കൊടുക്കേണ്ടത്. റമദാൻ അവസാന പകലിൻ്റെ സമയത്ത് താമസിക്കുന്ന സ്ഥലത്താണ് പരിഗണിക്കുക. താമസിക്കുന്ന മഹല്ലിന് പുറത്തുള്ളവർക്ക് സക്കാത്ത് നൽകാൻ ഷാഫി മദ്ഹബിൽ പ്രാബല്യ അഭിപ്രായ പ്രകാരം വകുപ്പില്ല. ഷാഫി മദ്ഹബിലെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹും മറ്റു മദ്ഹബുകളിലെ പണ്ഡിതന്മാരും സക്കാത്ത് മറ്റൊരിടത്തേക്ക് നീക്കം ചെയ്യുന്നത് അനുവദനീയമാണെന്ന അഭിപ്രായക്കാരനാണ്. വിദേശ നാടുകളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് സക്കാത്ത് സ്വീകരിക്കാൻ അർഹരായ ആളുകളെ കിട്ടാതാവുകയോ അവിടെ നൽകാൻ സാധിക്കാതെ വരികയോ പ്രയാസകരമാവുകയോ ചെയ്യുമ്പോൾ ഈ അഭിപ്രായങ്ങൾ പ്രകാരം നാട്ടിലോ മറ്റോ നൽകാവുന്നതാണ്. അതാത് നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിത്തർ സക്കാത്തായി നൽകേണ്ടത്. നമ്മുടെ നാട്ടിൽ അരിയാണ് മുഖ്യ ആഹാരം. ഒരു സോ 2.5 കിലോ എന്നാണ്, അഥവാ 3200 ലിറ്റർ ആണ് ഒരു വ്യക്തിയുടെ ഫിത്തർ സക്കാത്ത്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പായി ഫിത്തർ സക്കാത്ത് വിതരണം പൂർത്തിയാക്കലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ കാരണമില്ലാതെ പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ടും നൽകാതെ പിന്തിക്കൽ ഹറാമാണ്. നീയത്ത്. ഏതൊരു ആരാധനയുടെയും സ്വീകാര്യതയ്ക്ക് നീയത്ത് അടിസ്ഥാനമാണെന്നതുപോലെ എല്ലാവിധ സക്കാത്തിലും നീയത്ത് നിർബന്ധമാകും. ഇതെൻ്റെ ഫിത്തർ സക്കാത്താണ് എന്നോ സ്വത്തിൻ്റെ സക്കാത്താണ് എന്നോ നീയത്ത് ചെയ്യണം. സക്കാത്ത് വിഹിതം മാറ്റിവെക്കുമ്പോഴോ വിതരണം ചെയ്യുമ്പോഴോ ആകാം ഇത്. ധനത്തിൻ്റെ സക്കാത്ത് നൽകുമ്പോൾ ഇതെൻ്റെ ധനത്തിൻ്റെ സക്കാത്താണെന്ന് നീയത്ത് ചെയ്യണം. പരമദരിദ്രർ, ഫക്കീറന്മാർ അല്ലെങ്കിൽ ദരിദ്രൻ, മിസ്കീന്മാർ, സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ, നവവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, കടബാധ്യതയുള്ളവർ, വിശുദ്ധ യോദ്ധാക്കൾ, വഴിയാത്രക്കാർ എന്നിവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. ഈ പറഞ്ഞ അവകാശികളെല്ലാം മുസ്ലിമുകളായിരിക്കണമെന്ന് നിർബന്ധനയുണ്ട്. അമുസ്ലിമുകൾക്ക് നൽകിയാൽ സക്കാത്ത് വീടുകയില്ല. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.